ഇതാ കണ്ടു കളയാം. ഇതാ ഇവിടെ കയറട്ടെ. അപ്പോൾ നമ്മൾ കയറിയത് ഇതാ ഇവിടെ കണ്ടോ, ഇതൊന്ന് ഇതാ. അപ്പോൾ അത്രയും 90 ഡിഗ്രിയിലാണ് കോറി ഉള്ളത്. ആ കല്ലേലാണ് നേരത്തെ കയറി ഇരുന്നത്. സൂം ചെയ്താൽ കാണത്തില്ല. പേടിക്കാണ്ടിരിക്കുക, എത്രയോ താഴ്ചയാണ്. അത് കണ്ടോ, ഇവിടെ പാറ കുഴിക്കാൻ വേണ്ടി കുഴിച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പാറയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇളകി പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നും കാണുക നമ്മളിപ്പോൾ. അതിന് അടി എന്താ നോക്കാം. അടിയിലെന്താ അമ്മ കണ്ടോ കണ്ടോ. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രാവിറ്റി ഇതിപ്പോൾ പക്കത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പം ഇവിടെ ഇപ്പം ഞാൻ അമ്മോ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ നിന്നതിൻ്റെ ഡേഞ്ചറസ്. ഞാനിപ്പോൾ ഇരുന്നത് എവിടെയാണ് നിങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ കാണാൻ പോവുകയാണ് ഞാനിപ്പോൾ എവിടെ ഇരുന്നതെന്ന്. അവിടെ ചാടിപ്പോൾ വരുന്നെങ്കിലോ ഇപ്പം എന്തായിരുന്നു. ഇവിടെ നിന്ന് ഇങ്ങനെ അത്രയും കൊക്കയിലേക്കല്ലേ ഞാൻ പോവാ. പകുതി പൊട്ടിയിരിക്കുന്നതാണ്. ഇപ്പം എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ്. അതാണ് അങ്ങനെ ടൈമാണ് നമുക്ക്. ഡിയർ പ്ലേയേഴ്സ്, നമ്മുടെ അടുത്ത വ്ലോഗ് തുടങ്ങുകയാണ്. ഇതൊരു ഒന്നാം തരം പഴയ ഒരു കോറിയിലേക്ക് നമ്മൾ പോകുന്നത്. ഒരു ഫോറസ്റ്റ് അന്തരീക്ഷമുള്ള അടിപൊളി കോറിയിലേക്ക്. ഇതാ നല്ല അടിപൊളി ഫോറസ്റ്റാണ്. ഇവിടെ ആൾക്കാർ താമസിക്കുന്നില്ല. ഇപ്പം പഴയ കോറിയാണ്, എം സാൻഡ് കോറി. സിൽവർ സാൻഡിലാന്ന് തോന്നുന്നു. താഴെ ക്രഷറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാറ ഉണ്ടായിരുമ്പോൾ നമ്മൾ കയറുന്നില്ല. നമ്മൾ കോറി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഈ വഴി കൂടെ തന്നെ പോയാൽ മതി, കോറീൻ്റെ മുകളിലെത്തും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. ഒരുപാട് അടിപൊളി വീഡിയോസുകൾ വരാനുണ്ട്. ഞാൻ ക്യാമറ എടുക്കാൻ വേണ്ടി നിൽക്കുക. ഇപ്പോൾ ചെറിയൊരു ഫോണുമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ലെനോവോ ടാബ് V7. എങ്ങോട്ട് മനുഷ്യന്മാരൊക്കെ താമസമുണ്ട് കേട്ടോ. നമ്മൾ വഴി മാറിപ്പോയി. അവർ വഴി കാണിച്ചു തന്നു. അവിടെയൊക്കെ ചേട്ടന്മാർ നമുക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ അതിനുള്ളൊരു അരമണിക്കൂർ മതി. വരുമ്പം പറയാം. വരുമ്പോൾ അവരോടൊന്ന് പറയണം. അവർ നമ്മുടെ സെക്യൂരിറ്റി കരുതിയാണ് ആരും ഇങ്ങോട്ട് പോകാറില്ല. അപ്പോൾ അവർ നമ്മുടെ സെക്യൂരിറ്റിയെ കരുതി അങ്ങോട്ട് പോകണ്ടെന്ന് പറഞ്ഞായിരുന്നു. പാമ്പും ചെയ്യുമ്പോഴൊന്നുമില്ല. ഈ ടവറിൻ്റെ അടുത്തേക്കാണ് ആദ്യത്തെ വഴി. അത് കഴിഞ്ഞാൽ കോറിയിലേക്ക്. കണ്ടോ, ഒരു വനാന്തരീക്ഷം മൊത്തം. 1 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ. 1 മണിക്കൂർ കഴിഞ്ഞാൽ അവിടെ റിപ്പോർട്ട് വയ്ക്കുക. അവിടെ റിപ്പോർട്ട് ചെയ്യണം. അവരോട് ഒന്ന് പറയണം. അങ്ങനെയാണ് നല്ല മനുഷ്യന്മാരൊക്കെ. അമ്മേ ഇവിടെ കയറിയപ്പോൾ ഇതാ വഴി ഉണ്ടിട്ടോ പോവാൻ. നല്ല അടിപൊളി ടവറുണ്ട്. കറണ്ടിൻ്റെ ടവറാ. അമ്മേ ഡ്യൂഡ്സ്, ഇത് വലിയൊരു മലേൻ്റെ മുകളിലേക്ക് നമ്മൾ പോണേ. 1 മണിക്കൂർക്ക് ധാരാളം മതി. നമ്മൾ മറ്റേ മലേൻ്റെ മുകളിൽ നിസാരമായി പോയി. ആരും അധികം കണ്ടിട്ടില്ലാത്ത കോറിയാണ്. ഇതേ കോറി ഒരു കുളം. ഇവിടെ പോയി വെള്ളം, എൻ്റെ വെള്ളമുണ്ട്. നമ്മൾ കോറിയുടെ ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ പോണേ. ആരെ വിളിക്കുന്നു? കോൾ നെറ്റിൻ്റെ കേട്ടെ. നമ്മൾ കയറി വന്ന വഴി. അപ്പം നമ്മൾ ഇവിടെ കസാരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി മലയുണ്ട്. ഇതങ്ങ് നടന്ന് കയറണം. അമ്മ കസാര കിതക്കുന്ന വേണം. അവിടെ ഒരു പാറ, കുഞ്ഞിപ്പാറ. നമ്മൾ കുഞ്ഞിപ്പാറയൊന്നും പോരാ. അപ്പോൾ ഇതാ വഴിയൊന്നും ഇല്ലാത്ത വഴി കൂടെ നമ്മൾ നല്ല കയറട്ടെ. മാവ് കണ്ട 1 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഇഷ്ടം പോലെ ടൈമുണ്ട്. അതിനുള്ളിൽ തന്നെ ഇതിലൂടെ നല്ല വഴി കൂടെ പോയേക്കാം. അതിനുള്ളിൽ തന്നെ ഒരുപാട് കാഴ്ചകൾ കാണാം. 1 മണിക്കൂർ. നമ്മൾ നേരത്തെ കയറി 15 മിനിറ്റ് നിന്നത്. ഇപ്പോൾ ചുമ്മാ തോന്നിയതാ. അങ്ങനെ നമ്മൾ പാറയിലേക്ക് എത്തി തുടങ്ങി. കണ്ട
പാറയിലേക്ക് എത്തി. മഹാഗണി തോട്ടമാണിത്. ആ വലിയ കുന്നിൻ്റെ മുകളിലേക്ക് എത്തിയേക്കുന്നത്. നേരത്തെ കണ്ട കുന്നിനേക്കാൾ ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അമ്മ അണ്ടൊക്കെ പറയാ. ഇത് താഴെ ചെറിയ വീടൊക്കെ ഉണ്ട്. ആ കാണുന്ന ഫോറസ്റ്റ് വയനാട് അവിടെ കുഞ്ഞി പാറ കാണുന്നുണ്ട്. ഐസ് അമ്മ യുറീക്ക. നമ്മളെങ്ങനെ ടോപ്പ് ഹൈറ്റിലേക്ക് എത്തി. കണ്ട ടോപ്പിലെത്തി. ആ കാണുന്നൊക്കെയാണ് ഇത് കോറി. ക്രഷറൊക്കെയാണ് കാണുന്നത്. ശ്യാമമേഘമേ മായി വരും. അമ്മോ പമ്പ ഹൈറ്റിലേക്കുന്നേ. നിലത്തുനിന്ന് 100-200 മീറ്റർ മുകളിൽ. അമ്മേ വൻ ഹൈറ്റിൽ. എതുകുല ദൂതുമായി വരും. ശ്യാമമേഘമേ എതുകുല ദൂതുമായി വരും. അമ്മോ ഓ ഭീകര കോറി. ഇതൊരു ഭീകര കോറിയാട്ടോ. അവിടെയാ ക്രഷർ. ഇതാ അവിടെയാണ് പണി നടക്കുന്നത്. അത് മറ്റേ ചകിരിച്ചോറ്. അത് ചകിരിച്ചോറിൻ്റെ സംഭവം. അപ്പം ദാ ഇത് ബംഗ്ലാവ്. ഭീകര സ്ഥലം. ഇവിടെ ഒരു തല ഇറങ്ങുന്നുണ്ട്. കണ്ട ഭീകര കോറി. കണ്ട് ഇവിടുന്ന് ഭയങ്കര കൊക്ക താഴോട്ട്. 100 മീറ്റർ കുത്തനെ ആളോട്ട് കൊക്ക. കണ്ട അപ്പോൾ നന്നായിട്ട് പേടിക്കണം. ഇപ്പോൾ നമ്മൾ അമ്പായത്തോട് ജസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങി ഭീകര കോറീൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതാ ഭീകര കോറി കണ്ടോ. 150 മീറ്റർ ഹൈറ്റ് ഗ്രൗണ്ടിൻ്റെ പൊക്കമുള്ള കോറി ഇത്. അപ്പോൾ കാണുന്ന പോലെ ഒന്നും അല്ല. അപ്പം ഇതൊക്കെ തന്നെ നല്ല ഇറങ്ങാൻ നോക്കുകയാണേ. ഇതൊക്കെ തന്നെ ധാരാളം. എന്ത് സാഹസികം തന്നെ. ഇത് ഒറ്റയ്ക്കാണെന്നും കൂടി ഓർക്കണം. ഞാൻ ഒറ്റയ്ക്കാണ് ഇത് മുകളിൽ വരുന്നത്. വൻ സാഹസികമാണ്. ഇതായിട്ട് പോകാൻ പറ്റില്ല കേട്ടോ. റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് സാഹസികം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും സാഹസികം എന്ന് പറഞ്ഞാൽ മെയിൻ സാഹസികം ഫോറസ്റ്റിൽ നടക്കുന്നതാണ്. ഫോറസ്റ്റിൽ ഇട്ടത്തൊക്കെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് നടക്കും. മൃഗങ്ങളൊക്കെ കാണാൻ പേടിയൊന്നുമില്ല. പിന്നെ എനിക്ക് പക്കത്ത് സ്ലോപ്പ് നിൽക്കും. സ്ലോപ്പല്ല ഇങ്ങനെ കുത്തനെ പക്കത്ത് നിൽക്കുമ്പോൾ ചെറിയ ഗ്രാവിറ്റി പ്രോബ്ലം ഉണ്ട്. ഇവിടെ ഇപ്പോൾ കുറേ മരങ്ങളൊക്കെ കൂടി നിങ്ങൾക്ക് നിൽക്കാമെന്ന് വിചാരിക്കുക. മരങ്ങളും പച്ചിലൊക്കെ കൂടി നിൽക്കാമെന്ന് വിചാരിക്കും. ഇത്ര ഇങ്ങനെ ഇത്ര സ്ലോപ്പിൽ. അതായത് 150 മീറ്റർ താഴോട്ട് ഇങ്ങനെ ഇതാണ് കുത്തനെ. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ നിൽക്കുമ്പോൾ ഗ്രാവിറ്റി കുറയും. ഇതിപ്പോൾ ഈ സ്ഥലത്തൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ എത്ര പിടിച്ചാൽ കിട്ടുന്ന സാധനങ്ങളുണ്ടെങ്കിലും ഇവിടെ ഒരു വേദി ഉണ്ടെങ്കിൽ പേടി ഉണ്ടാവില്ല. അവിടെ നിന്ന് ചാരി നിൽക്കാൻ കഴിയും. അപ്പോൾ ഭയങ്കര ഗ്രാവിറ്റീൻ്റെ പ്രശ്നമാണിത്. ഗ്രാവിറ്റീൻ്റെ എന്തോ ഒരു സംഭവമാണ് ആ പേടി. ഇങ്ങോട്ട് ഇവിടെ നിൽക്കുമ്പം അങ്ങോട്ട് ഇങ്ങനെ വലിച്ചടുപ്പിക്കും. അതെ. അപ്പോൾ ഭൂമി എപ്പോഴും ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ലോഹവസ്തുവിൻ്റെ മുകളിലാണ്. ഇപ്പോൾ ലോഹവസ്തുവിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ അത് ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ താഴ്ത്തുന്നില്ല. അതുകൊണ്ട് അതും അവിടെയും ലോഹവസ്തുവാണ്. പക്ഷേ ഗ്രാവിറ്റീൻ്റെ ഒരു പ്രത്യേകതയാണ് നമ്മൾ ഈ ലോഹവസ്തുവിൽ നിന്ന് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകുന്നത്. അതായത് ഭൂമിക്ക് കൂടുതൽ താല്പര്യം നമ്മൾ ഇവിടെ നിൽക്കുന്നേക്കാളും താല്പര്യം അവിടെ കാണുന്ന ഇവിടെയും ഗ്രാവിറ്റി ഉണ്ട്. ആ കാണുന്ന അവിടെയും ഗ്രാവിറ്റി ഉണ്ട്. അപ്പം ഈ ഗ്രാവിറ്റിയിൽ നിന്ന് ഭൂമിക്ക് ഏറ്റവും ഇഷ്ടം, ഭൂമിദേവിക്ക് ഇഷ്ടം ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകാനാണ്. അത് അവിടെയാണ് കൂടുതൽ ഗ്രാവിറ്റി എന്നാണ് ഭൂമിദേവി പറയുന്നത്. അപ്പോൾ അതൊരു സയൻസാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി. എനിക്കിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും. അതാണ് എൻ്റെ പേടി. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് അനങ്ങുന്നില്ല. ഇവിടെ കാണിച്ചു തരാം. കണ്ടോ എങ്ങനെ പേടിക്കാണ്ടിരിക്കും. ഈ സാധനത്തിന് നീട്ടുകൊണ്ട് കാണിച്ചു തരാം. കണ്ടോ എങ്ങനെ പേടിക്കാണ്ടിരിക്കും. എത്രയും താഴ്ചയാണ്. അത് കണ്ടോ. ഇവിടെ പാറ കുഴിക്കാൻ വേണ്ടി കുഴിച്ചതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പാറയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇളകി പോകാൻ സാധ്യതയുണ്ട്.
ഇവിടെ എല്ലാം കാണുക, അപ്പുറത്തോട്ട് പോകുന്നില്ല. ഇവിടെ കുറുക്കന്മാർ വന്നിട്ടുണ്ട്. എന്നിട്ടും ഞാൻ അതിന് ആ വലം അപ്പുറത്തേക്ക് വെച്ചു, പിന്നെയും വെച്ചു. പാറ പോയി. ആ മക്കളെ, ഇതെനിക്ക് സാഹസികത്തിന് പറ്റുന്ന സ്ഥലം കേട്ടോ. ഈ കോറി ഞാൻ ക്ലോസ് കയറും കേട്ടോ. ഇത് 90 ഡിഗ്രി ഉണ്ടെങ്കിലും ഇവിടെ വിറച്ചാണ് നിൽക്കുന്നതെങ്കിലും ഇവിടെ ഇരിക്കാം. അപ്പോൾ കുഴപ്പമില്ല. ഇരുന്നപ്പം പേടി കുറഞ്ഞു, എൻ്റെ പേടി കുറഞ്ഞു. അപ്പോൾ 90 ഡിഗ്രിയാ മക്കളെ, 90 ഡിഗ്രി. അത് തന്നെ. ഇതാ കോരി അവിടെ നിന്ന് ഇങ്ങനെ 150 മീറ്റർ ആണ്. എൻ്റെ പുറകിൽ കൂടെ കോരി പോകണം. ഈ കാണാൻ എൻ്റെ ഈ പുറകു വരെ പൊട്ടിച്ചാ. ഇത് ഇച്ചിരി ഉന്തി നിൽക്കുന്ന പാറയുണ്ട് ഇങ്ങോട്ടും. അതുകൊണ്ടോ ഇവിടം വരെ പൊട്ടിച്ച്. ഈ പാറ വേണം, ഞാൻ ഇരിക്കുന്ന പാറ വേണം ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. ഇളകിപ്പോയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. കണ്ടോ, ഇങ്ങനെ പക്കത്തൂടെ നിൽക്കുക നമ്മളിപ്പോൾ. അടി എന്താ നോക്കാം. ഏറ്റവും വലിയ കോറിയായിരിക്കും. ഇതാ സൂം ചെയ്ത് കാണിച്ചു തരാവേ. ഇതാ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുന്നു കോറി. കണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ കോറി തുടങ്ങി ഇങ്ങനെ കയറുക. പിന്നെ ഇവിടെ ഉണ്ട്. ഇത്രയും വക്കത്തെത്തി നമ്മൾ. അതാണ് പേടി. പക്ഷേ പേടി ഇങ്ങനെ കുറയാണ്. അതായത് നമ്മളിപ്പോൾ എന്ത് സംഭവിക്കുക വെച്ചാൽ നേരത്തെ പറഞ്ഞ ഗ്രാവിറ്റി. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഗ്രാവിറ്റി ഇതിപ്പോൾ വക്കത്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ നേരെ നിൽക്കുമ്പോൾ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകും. ഇവിടെ നിൽക്കുമ്പോൾ ഈ ഇരിക്കുന്ന ഭാഗത്തിന് അപ്പുറത്തേക്കാണ് അങ്ങോട്ട്, ഈ എഴുന്നേറ്റ് നിൽക്കുന്ന വായു നിൽക്കുന്ന ഭാഗമാണ് അങ്ങോട്ട് വലിക്കുന്നത്. ഇവിടെ ഞാൻ കിടക്കുവാണ് അത്ര പിടിച്ച് നിൽക്കാൻ കഴിയും. അത് നിൽക്കുവാണെങ്കിൽ ഒരു കാറ്റ് വീശിയാൽ പോലും അങ്ങോട്ട് മറിഞ്ഞു വീഴും. അപ്പോൾ അത്രയ്ക്കൊരു ആ ഗ്രാവിറ്റിയാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെയും ഗ്രാവിറ്റി ഉണ്ട്, അവിടെയും ഗ്രാവിറ്റി ഉണ്ട്, എന്തുകൊണ്ടാണ് ഭൂമിക്ക് അവിടേക്ക് വലിച്ചുകൊണ്ട് പോകാൻ പോകണമെന്ന് ചോദിച്ച് അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകാൻ തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് ശാസ്ത്രജ്ഞന്മാർ ചിന്തിക്കണം. അപ്പോൾ ഏത് ശാസ്ത്രജ്ഞന്മാർക്ക് ഇവിടെ ഇങ്ങനെ വേലിയൊന്നും ഇല്ലെങ്കിൽ, ഇത്ര പക്കത്ത് വേലിയൊന്നും ഇല്ല, നല്ല ആഴം കൂടുന്നതനുസരിച്ച് ഭയം കൂടും, അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകണ പോലെ തോന്നും. ശാസ്ത്രജ്ഞന്മാരാകുമ്പോൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ കുറച്ച് ആശയങ്ങളൊക്കെ ഉണ്ട്, തിയറിയൊക്കെ എഴുതിയായിരുന്നു. അപ്പം ഹൈ പേടിയാണ്. ഭയങ്കര കോറി, വമ്പൻ കോറി. സ്റ്റൈലാണെങ്കിൽ ഇത് കണ്ണ് കാണില്ല, താഴോട്ട് ഇതിട്ടാ എനിക്കൊന്നും കാണുന്നില്ല. ഈ കണ്ണട വെച്ചാൽ കാര്യം നല്ല സ്റ്റൈലാണ്. പക്ഷേ എനിക്കൊന്നും കണ്ണ് വ്യക്തമാകുന്നില്ല. ഇത് ഇങ്ങനെ ഇട്ടാലും മനസ്സിലാവുള്ളൂ. ഇതിട്ടാ ഇരുട്ടാ കാണുന്നത്, ഇങ്ങനെ ബ്ലറാ കാണുന്നില്ല. സ്റ്റൈലൊക്കെ ഇട്ടാ ഫുഡാ അതൊരു ഫോട്ടോ എടുക്കും. കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് ഇത്ര സാഹസികമായിരുന്ന ലോകത്തൊന്നും ഉണ്ടാകത്തില്ല. ഈ കേരളത്തിലെ ഏറ്റവും വലിയ സാഹസികനാകാൻ എനിക്ക് കഴിയും. അപ്പം ഞാൻ ആരെങ്കിലും കൂട്ടി വന്നിട്ട് അതിലൂടെ കയറും, ആ കാണുന്ന സ്ലോപ്പിലൂടെ കയറും. ഓക്കെ, വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോവാം. ഇതാണ് കോറി. ഇതിപ്പോൾ പതിശയ്ക്ക് കുറുക്കന്മാരൊക്കെ പിടിച്ച് വയ്ക്കും. വേറെ പറയാനോ ഞാൻ പറഞ്ഞ പോലെ അതിലൂടെ വേണേൽ കയറി വരാൻ കഴിയും. അപ്പം എന്താ ഇനി എല്ലാം കാണിച്ചു തരാം. ബാഗൊന്നും ഒരു ഇടിച്ചോട്ടെ. എൻ്റെ ബാഗ് ഉള്ളവന് എനിക്കൊരു വെയിറ്റാണ്. പക്ഷേ ഈ ബാഗിനെ അങ്ങോട്ട് വലിച്ചെടുക്കുക ഗ്രാവിറ്റി. അപ്പോൾ സ്റ്റോപ്പിലൂടെ എന്തിറങ്ങി കണ്ടോ. ഇവിടെ ഈ പറഞ്ഞ ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഈ കാണുന്ന സ്ഥലം ഇതാ, ഇതും 90 ഡിഗ്രിയാണ്. ഇതൊക്കെ 90 ഡിഗ്രിയാണ്. ആ മരത്തിൻ്റെ താഴെ 90 ഡിഗ്രിയാണ്. നമ്മൾ ആ മരത്തിൻ്റെ ചോട്ടിൽ പോയിട്ട് ആ കാണുന്ന മരത്തിൻ്റെ തോട്ടിലോട്ട് കോറിയാ അവിടെ 90 ഡിഗ്രി താഴെട്ടാ.
പക്ഷെ അവിടെ പോയി നമുക്ക് കൂളായി നിൽക്കാൻ കഴിയും. കാരണം അവിടെ പച്ചിലയൊക്കെ ഉള്ളതുകൊണ്ട്, കരവസ്തുവൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഇങ്ങനെ വേലി പോലെ നിൽക്കുന്നതുകൊണ്ട് ഈ കൊല്ലൊക്കെ ഒന്ന് ഗ്രാവിറ്റിയും കുറച്ച് ചെയ്യുന്നത്. അവർ കുഞ്ഞിനും ഗ്രാവിറ്റി കുറയ്ക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അവിടെ ഈ വസ്തുക്കൾ ഒന്നും ഇല്ലാത്ത വസ്തു നിന്നാൽ ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ ഞാൻ അമ്മോ എൻ്റെ പൊന്നു മക്കളെ, ഞാൻ നിന്നതിൻ്റെ ഡേഞ്ചറസ്. ഞാനിപ്പോൾ ഇരുന്നത് എവിടെയാണ് നിങ്ങൾ കാണാൻ പോവുകയാണ് നിങ്ങൾ കാണാൻ പോവുകയാണ് ഞാനിപ്പോൾ എവിടെ ഇരുന്നതെന്ന്. അത് കോറി കുഴത്തശേ പാറ പൊട്ടിക്കാൻ വേണ്ടി തുളച്ച് വെച്ചതിൻ്റെ അവിടെ ഇരുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഇരുന്ന് എത്രയും വക്കത്താണ് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അങ്ങനെ ഇരിക്കുന്ന ഒരു കല്ലിൻ്റെ മുകളിലാണ് കയറി ഇരുന്നത്. അപ്പോൾ ആ കല്ലും കണ്ട് അവിടെ ചാടിപ്പോയിരുന്നെങ്കിലോ ഇപ്പം എന്തായിരുന്നു? ഇവിടെ നിന്ന് ഇങ്ങനെ അത്രയും കൊക്കയിലേക്കല്ലേ ഞാൻ പോവാ? സാഹസികല്ലേ? അപ്പോൾ സൈഡിൽ നിന്ന് അതൊക്കെ നോക്കിയിട്ടില്ലായിരുന്നു ചെയ്യേണ്ടത്. അപ്പോൾ ആ കല്ലിനെങ്ങാണ്ട് താഴ്ത്ത് പോകാൻ തോന്നിയിരുന്നെങ്കിലോ? കണ്ടോ അപ്പോൾ ഞാൻ എന്തായാലും അവസ്ഥ? ആ കല്ലിനെങ്ങാണ്ട് താഴ്ത്തി പോകാൻ തോന്നിയിരുന്നെങ്കിലോ? അമ്മോ. അപ്പോൾ ദൈവം ഇതാ നേരത്തെ ഇരുന്നതാ കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത് നേരത്തെ നമ്മളിരുന്ന കോറി ഇതാ. അപ്പോൾ ഞാൻ ആ ചുണ്ടത്ത് കയറിയിരുന്നു. അപ്പോൾ എങ്ങനെ പോയാലും ഒന്നനങ്ങിയിരുന്നു. അവിടെ നിന്ന് വെയിറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാമെന്ന് എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഇവിടെ സ്ലോപ്പ് ഇതൊരു 80 ഡിഗ്രി സ്ലോപ്പ്. ഇവിടെ താഴെ ഇറങ്ങാനൊക്കെ ധൈര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആരെങ്കിലും കൂട്ടി നിന്നിട്ട് ഇവിടെ ക്രോസ് കയറും ഒരു ദിവസം. ഇപ്പോൾ എനിക്ക് ഇറങ്ങി പോകാമെന്നൊക്കെ ഉള്ളൂ. പക്ഷേ വേണ്ടാന്ന് വെച്ചിട്ടാ. അവിടെ ഈ പുല്ല്, ഈ കാണുന്ന പുല്ല് ഗ്രാവിറ്റി ഉണ്ടാക്കുന്ന പേടിയെ മാറ്റും ഈ പുല്ല്. പക്ഷെ അവിടെ ഒരു വലിയ 90 ഡിഗ്രി ഉണ്ട്. ഇത് 90 ഡിഗ്രി പോലെ തന്നെ, 90 ഡിഗ്രി തന്നെ, ചെറിയൊരു സ്മോൾ സ്ലോപ്പ്. അതിനെന്തോ ക്യാമറയ്ക്ക് എന്തോ കുഴപ്പം പറ്റി കേട്ടോ. ഇതാ അപ്പോൾ നേരത്തെ ഇരുന്നത് എൻ്റെ മുകളിൽ നേരത്തെ. അപ്പോൾ ഇതാ നേരത്തെ ആ പാറ പൊട്ടി സ്ഥലം കാണിച്ചു തന്നു. ഇപ്പോൾ കാണാമല്ലോ. അപ്പം ഞാൻ നേരത്തെ ഇരുന്ന് എത്രയോ വലിയ റിസ്ക്കിലാണെന്ന് നോക്കിയേ. അതായത് അവിടെ അങ്ങനെ പൊട്ടിച്ച് വെച്ചേക്കാൻ ഞാൻ പറഞ്ഞായിരുന്നു. ആ പൊട്ടിച്ച് വെച്ചത് അവിടെ ഈ ഭാഗം ഇങ്ങനെ പൊട്ടിച്ച് വെച്ചേക്കാൻ, പാറ പൊട്ടിക്കാൻ വേണ്ടി. അപ്പം ഞാൻ ഈ വക്കത്ത് വന്നാണ് ഇരുന്നത്. ആ വക്കത്ത് വന്ന് ഇരുന്നതും. അപ്പോൾ അവിടെ നിന്ന് ഒന്ന് ബലം കൊടുത്തിരുന്നെങ്കിൽ ഇതെനിക്ക് അറിയില്ലായിരുന്നു. ഇങ്ങനെ പാറ നിരന്തൊടാണ്ട് ഇരിക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ എത്ര സാഹസം ഞാൻ ചെയ്തത്. അബദ്ധത്തിൽ അപ്പം ഞാൻ എന്ത് വലിയ സാഹസം ചെയ്തേ. അപ്പോൾ അബദ്ധത്തിൽ ഞാൻ വൻ സാഹസം തന്നെ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു പല്ലിക്ക് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അവിടെ നിന്ന് എങ്ങനെ അനങ്ങിയിരുന്നെങ്കിൽ ഇത്രയും താഴ്ചയിലേക്ക് പോയാൽ ചുമ്മാ വീണാലും ഒന്നും പറ്റും. അത് കയ്യോ കാലോ ഒടിയൊക്കെ ഉള്ളായിരിക്കും. പക്ഷേ എന്താ പാറയോടെ വീണാണ് പാറ എൻ്റെ മേത്തേക്ക് വീണാണ്ടോ. അപ്പോൾ അതാണ് എൻ്റെ സാഹസം. വലിയൊരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വെക്കും. വലിയൊരു അപകടത്തിൽ നിന്ന് തന്നെ. അവിടെ നിന്ന് അത് അനങ്ങിയിരുന്നെങ്കിൽ അത് താഴെ ആടിപ്പോയാനെ. അതിൻ്റെ അവിടെ പകുതി പൊട്ടിയിരിക്കുന്നതാണ്. ഇപ്പം എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ്. അതാണ് അങ്ങനെ ഒരു ടൈമാണ് നമുക്ക്. ഇത് കോറി ഇവിടെ ഇരിക്കാൻ വലിയ പേടിയൊന്നുമില്ല. ഇത് മഴക്കാലത്ത് ഭയങ്കര സ്ലോപ്പായിരിക്കും കേട്ടോ. മഴക്കാലത്ത് എങ്ങനെയൊക്കെയാണ് ഇവിടെ നിന്ന് ഇറങ്ങി പോവാം. മഴക്കാലത്ത് ഇവിടെയൊക്കെ ഭയങ്കര തെന്നലായിരിക്കും. അതുകൊണ്ട് 100 മീറ്റർ താഴ്ചയായിട്ടുണ്ട്. 100 മീറ്റർ. ഇതെനിക്ക് ഇറങ്ങാനുള്ള ധൈര്യമൊക്കെ ഉണ്ട്. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ആരെങ്കിലും കൂട്ടി വന്നിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറും. അപ്പം ഇവിടം വരെ പോയി കണ്ടേക്കാം. ഇത് ഇരുന്ന് തന്നെ പോവാം. തിരിച്ചും കൂടെ ഇരുന്നുണ്ടോ. ഈ സ്ഥലമൊക്കെ മഴക്കാലത്ത് ഭയങ്കര തെന്നലായിരിക്കും. ഈ കാണുന്നത് കണ്ടോ, ഒരു കാല് കാണുന്നുണ്ടോ? ഈ ഭാഗമൊക്കെ ഉണ്ടോ? പായലാണ്. പായൽ മഴക്കാലത്ത് ഇവിടെയൊക്കെ ഭയങ്കര തെന്നില്ല. ഈ സൈഡിൽ കൂടെ പോകും. അപ്പോൾ അവിടെ ഗ്രാവിറ്റി പ്രശ്നമില്ല. അവിടെയാണ് കോരി ഉള്ളത് കണ്ടോ. അപ്പോൾ ഇതിലൂടെ പോയാൽ ഗ്രാവിറ്റി പ്രശ്നമില്ല. ഇവിടെ പുല്ലുണ്ട്. ആ പുല്ലുള്ളതുകൊണ്ട് പേടിയും കുറയും. പേടി തന്നെ നമ്മളെ വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത്രയും വലിയ റിസ്ക് എടുത്താണ് അവിടെ നിന്നത്. ആ പാറിന് മുകളിൽ അമ്മ നിൽക്കുമ്പോൾ താഴോട്ട് വലിക്കുക. എന്നെ ആറ് തള്ളുന്ന പോലെ തോന്നുന്നേ. നമുക്ക് അങ്ങോട്ട് തോന്നും തള്ളുന്ന പോലെ. കണ്ടോ. അപ്പോൾ അമലൂസ് സാഹസിക വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അത് കൂട്ടിയാൽ ഞാനും കൂടും. പക്ഷേ അവിടുന്ന് ഞാൻ ഒരു ദിവസം കയറി വരും. ആരെങ്കിലും കൂട്ടി നിന്നിട്ട് ഇതിലൂടെ ഞാൻ കയറും. ഇവിടെ മഴ പെയ്യാണ്ടിരുന്നാൽ മതി. അത്രയ്ക്ക് തന്നെയാണ്. എന്നാലും ഞാൻ കയറും. വഴിക്കൂടെ പോയാൽ ചുമ്മാ തോന്നിയത് പറയാം. 1 മണിക്കൂറിന് ഇനി ഇഷ്ടം പോലെ ടൈമുണ്ട്. ഇപ്പോൾ നമ്മളിത് കണ്ടു, സാഹസികമായി ഇത് കണ്ടു. ഇനി തിരിച്ച് കയറുക. ഇപ്പോൾ ഒന്ന് കോരി കണ്ടേക്കാം. ഇപ്പോൾ ക്ലാരിറ്റി കിട്ടുന്നു. നേരത്തെ ക്ലാരിറ്റി പോയോ അവിടെ JCB ഒക്കെ പണിയെടുക്കുന്നു.
അത് മറ്റേ റോഡ് ഇത് കയറ് ഫാക്ടറി കണ്ടോ, അതിലൂടെ കണ്ടു 90 ഡിഗ്രിയിൽ 100 മീറ്റർ. ഞാൻ നേരത്തെ ഇരുന്ന ഡേഞ്ചറസ് പാറ, അവിടെ നിന്ന് അനങ്ങിയിരുന്നെങ്കിൽ അതിന് പോയാൽ. 2 സൈഡിൽ ഇത് അപ്പുറ സൈഡിൽ പിടിച്ച് ഇപ്പുറ സൈഡിൽ പിടിച്ച് നടുക്ക് അങ്ങനെയും കൂടിയാണ് ഇരിക്കുന്നത്. ഒരു കുട പക്ഷേ ഇങ്ങനെ ഒന്ന് അനങ്ങിയാൽ പോകുന്ന പോകത്തില്ല, ആ പകുതി പൊടിച്ച് വെച്ചേക്കുക. അപ്പം എന്തോ ഭാഗ്യത്തിനുള്ള ഡെഷേർട്ടാണ്. ഇവിടുന്ന് കണ്ടു, ഇവിടെ നിൽക്കാൻ വലിയ പേടിയൊന്നുമില്ല. അവിടുന്ന് കണ്ടു സ്ലോപ്പ് ഉണ്ട്, അവിടുന്ന് അങ്ങനെ താഴോട്ട്. ഇപ്പോൾ ചെറ്റാനുണ്ട്. ആ ഇവിടെ ഇറങ്ങിപ്പോകാൻ വേണം. ഇപ്പോൾ വേണേൽ ഇവിടുന്ന് ഇറങ്ങിയാൽ കുഴപ്പമാവും, കാരണം അവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. ആ ഭാഗം കണ്ടോ, ആ കാണുന്ന ഭാഗത്ത് എനിക്ക് ഈ സൂര്യപ്രകാശങ്ങളൊന്നും കാണുന്നില്ല. നിങ്ങളെന്തെങ്കിലും കാണുന്നുണ്ടാവും. ആ ഭാഗത്ത് നിന്ന് ഇറങ്ങാൻ കുറച്ച് അവിടുന്ന് ഉണ്ട്. അവിടുന്ന് ഇറങ്ങിയാലും പോരാ, അതിനടി 150 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ 200 മീറ്റർ ഉണ്ട് കേട്ടോ. 200 മീറ്റർ ഉണ്ടെന്ന് ഉറപ്പാണ്. അപ്പം ഞാൻ മേലെ തിരിച്ച് കയറുകയാണേ. അപ്പം ഇവിടേക്ക് എത്തി. ഒരു സീലൂടെ ഞാൻ ക്രോസ് കയറും. അപ്പം ആ വീഡിയോ വേറെ ആരെങ്കിലും കൂട്ടി തന്നെ കയറും. ആ വീഡിയോ അപ്ലോഡ് ചെയ്യും. അതും കാണണം. പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ, അമൽ RRJ മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്താ ഇവിടുന്ന് കയറാൻ പോയി. ഇനി അടുത്ത സ്ഥലത്തേക്ക്. അമ്മ വലിയ മല തന്നെ കയറുന്നേ. അമ്മേ, ഇത് തന്നെ ഒരു കുത്തനെ ചെയ്ത് പറഞ്ഞു. അമ്മ അമ്മ ഇനി അടുത്തെന്താ കാണാനുള്ള നോക്കാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞാൽ മൂപ്പര് വിളിക്കുക. പക്ഷേ എവിടെ ചെന്ന് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞേ. ഇപ്പോൾ കോറി കഴിഞ്ഞ് നമ്മൾ പോവാം. ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാ. അമ്മേ, നിങ്ങൾക്ക് എങ്ങനെ സാഹസം കിട്ടാൻ പോകണില്ല. ഞാനൊരു മെൻ്റൽ ഗുളി കഴിച്ച് കുടുങ്ങിപ്പോയായിരുന്നു. എല്ലാത്തിനും മെല്ലെ മുക്തിയായി വരികയാണ്. റിസ്പെക്ട് എന്ന് പറയും. ആ ഗുളി കഴിച്ച് ചലനശേഷി പോവും, ധൈര്യമൊക്കെ കുറയും. അതിൻ്റെ ഒരു അപാകതയുണ്ട്. അമ്മേ, അമ്മോ, നല്ല അടിപൊളി സ്ഥലം. അമ്മ, വെള്ളം കുടിക്കട്ടെ. നമ്മളെ കിട്ടൂല. പാണ്ടിമേളോ തായ പകയെ പഞ്ചവാദ്യമോ താളവേലെ കുമ്മാട്ടിക്കളി വണ്ടി വേഷമോ പലാവൂരിന്റെ പൊട്ടു പളവസത്തിന്റെ പാട്ടു തട്ടമക്കൂത്തു കുമ്മാട്ടിക്കളി. ഇതാ കണ്ടു കളയാ. ഇതാ ഇവിടെ കയറട്ടെ. ഇപ്പോൾ നമ്മൾ കയറിയത് ഇതാ ഇവിടെ കണ്ടോ, ഇതൊന്ന് ഇതാ. അപ്പോൾ അത്രയും 90 ഡിഗ്രിയിലാണ് കോരി ഉള്ളത്. ആ കല്ലേലാണ് നേരത്തെ കയറിയിരുന്നത്. സൂം ചെയ്ത് കാണത്തില്ല. ഹൈ ഡേഞ്ചറസ്, ഹൈ ഡേഞ്ചറസ്. ഓക്കെ, എന്നാ അവിടെ മെഷീൻ പറഞ്ഞ് കല്ല് കൊടുക്കും.